നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യാതല്ലോ. അപ്പോൾ ക്ലേ കൊണ്ട് ട്രീ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായി ക്ലേയും ജ്വല്ലറി ബോർഡ്സും പിന്നെ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. ബഡ്സ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ആവശ്യത്തിന്. ക്ലേ ഇതുപോലെ നീളത്തിന് എടുക്കുക. കനം കുറയാനേ പാടില്ല. ഈ നീളത്തിന് എടുക്കുക 4 എണ്ണം. ഈ 4 എണ്ണം എടുക്കുക. ഒരുപോലെ ഈ 4 നിരത്തി വയ്ക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ നടുക്കത്ത് വേണം ഈ ക്ലേ ഇറക്കി വെക്കണം കേട്ടോ. നമ്മൾ ജ്വല്ലറി ബോക്സ് സെറ്റ് ചെയ്യാൻ നേരത്തെ ഈ ക്ലേ അതിനകത്ത് ഒരു ക്ലേയും കൂടെ വെക്കും, ഇങ്ങനെ കുത്തി നിർത്താൻ കണക്കിന്. എന്നാലേ അതിങ്ങനെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്ലേയുടെ നടുക്ക് ഈ ബഡ്സിൻ്റെ സ്റ്റിക്ക് വയ്ക്കുമ്പോൾ ഇറക്കി വെക്കാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാം നല്ല വൃത്തിയായി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സ്റ്റിക്ക് കാണാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം അങ്ങനെ നല്ല ക്ലേ കൊണ്ട് നല്ല മറച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ല അതിന് സ്റ്റഡിയായി നിൽക്കത്തുള്ളൂ. ഇപ്പം ദാണ്ട എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിനി താഴത്തെ 4 സൈഡിലെ 4 ക്ലേയും ഇങ്ങനെ വിടർത്തി കൊടുക്കാം. അപ്പോൾ എന്നാലേ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശകലം ക്ലേയും കൂടെ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ ജ്വല്ലറി ബോക്സിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇങ്ങനെ വയ്ക്കുമെന്ന്. അങ്ങനെ ക്ലേ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. സെൻറ്റർ പൊസിഷനിൽ വെച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് കൊണ്ട് ഇങ്ങനെ കുത്തി ഇറക്കി ഇങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേക്ക് ഇങ്ങനെ കുത്തി ഇറക്കാൻ പറ്റും. എന്നിട്ട് 4 സൈഡ് നല്ല ഇറുക്കി അങ്ങ് അമർത്തി വെക്കണം. എന്നാലേ അത് അവിടെ സ്റ്റഡിയായി നിൽക്കത്തുള്ളൂ. വീഴാതെ വളഞ്ഞു പോവാതെ സ്റ്റഡിയായി നിൽക്കത്തുള്ളൂ. നമ്മൾ ഈ ചില്ലകളൊക്കെ വെക്കുന്നില്ലേ, ചില്ലും പൂവൊക്കെ വെക്കുമ്പോഴത്തേക്കും ഈ വെയിറ്റ് കാരണം ഇത് വളഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറക്കി വെക്കണമെന്ന്. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെതായ ഒരു പാകപ്പിഴച്ചകളൊക്കെ ഉണ്ടാവും. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ചില്ലി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ക്ലേ ഇങ്ങനെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് 2 എണ്ണമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഒരു ചില്ല റെഡിയാവും. താഴോട്ട് നീളത്തിന് ഇങ്ങനെ ഒരുമിച്ച് ആക്കണം. കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്താലും മതി ഇങ്ങനെ. എന്നാലും നമുക്ക് ഇങ്ങനെ മരത്തിൻ്റെ കൊപ്പായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. മണ്ടയിലെ ചില്ലകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയേ. ഇനി അടുത്ത 3 ചില്ലകൾ എങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് 3 അടിയിൽ നല്ല ഒരുമിച്ച് നല്ല ബലത്തിലിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് ഒരു വഴി പോകും, ഒന്ന് വേറെ വഴി കൂടെ പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ പോകത്തില്ല. കാരണം ഇതുപോലെ ഇരിക്കും, പോകത്തേ ഇല്ല കേട്ടോ. നല്ല ബലമായിട്ട് തന്നെ ഇരുന്നോളൂ. അങ്ങനെ കുറച്ച് ചില്ലകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 3 ഇതുള്ള ചില്ല 3 എണ്ണവും 2 ഇതൊക്കെ ഒപ്പമുള്ള ചില്ല 3 എണ്ണം വെച്ചാൽ 6 ചില്ലകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുക. നമ്മൾ ഫ്ലവർ ഓറഞ്ച് കളറിലും ഉണ്ടാക്കുന്നുണ്ട്, റെഡ് കളറിലും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ യെല്ലോ കളറിലും ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ എടുത്തിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക. ചെറിയ ബോൾസ് ആക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റോൾ ചെയ്യിപ്പിച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും പൂവിൻ്റെ ഇതളാവും. എന്നിട്ട് 3 എണ്ണം കൊണ്ട് അമർത്തി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം പൂവ് നല്ല ഇതായിട്ട് കിട്ടിക്കോളും. ആ 3 ഇതിൽ വെച്ചിട്ട് താഴോട്ടൊന്നിങ്ങനെ ഒരുമിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ജോയിൻ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് മണ്ടയിൽ നമ്മളിങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ. നടുക്ക് വേണമെങ്കിൽ ചെറിയ മഞ്ഞ ബോൾസ് ഉണ്ടാക്കി നടുക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് പൂവിൻ്റെ മുത്ത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞ എടുക്കുന്ന മുട്ട ഉണ്ടാക്കാനാണ് കേട്ടോ.
ഈ മഞ്ഞ ക്ലേ എടുത്ത് മുട്ട ഉണ്ടാക്കും നമ്മൾ. ഇതുപോലെ ലീഫ് ഉണ്ടാക്കുന്നതാണ്. ലീഫ് ഉണ്ടാക്കാനാണ് എളുപ്പം. ലീഫാണെങ്കിൽ ശകലം ബോൾസ് ഇട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈർക്കിൽ കൊണ്ടുവന്ന് ചുമ്മാ ഒന്ന് കുത്തിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ ഈ ലീഫ്. ഇങ്ങനെ അമർത്തിക്കൊണ്ട് താഴോട്ടാക്കിയാൽ നമ്മുടെ മുട്ടും റെഡി ആയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടേ ഇങ്ങനെ ഒരു ഈർക്കിൽ കൊണ്ട് ചെറുതായിട്ട് താഴോട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ കറക്റ്റ് നമുക്ക് ലീഫ് കിട്ടുന്ന പോലെ തന്നെ ഇരിപ്പുണ്ട്. നല്ല തെളിയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പൂവും കുറച്ച് ഇലകളും എല്ലാം ഞാൻ മുട്ടും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഈ കൊപ്പുകളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഈ ചില്ലിക്കകത്ത് തന്നെ ഫ്ലവറും ഇലകളും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യാവുള്ളേ, അല്ലെങ്കിൽ ഇതെല്ലാം വീണു പോകും. അങ്ങനെ നമുക്കെല്ലാം ചെയ്ത് കൊടുത്തിട്ട് കാണാവേ. ഓരോന്നും ശ്രദ്ധിച്ച് വയ്ക്കണം. നമ്മൾ ചില സമയത്ത് ജോയിൻ്റ് ചെയ്ത് ശരിയായില്ലെങ്കിൽ തന്നെത്താനെ അത് ഇളകി വീഴും. നമുക്ക് എന്നിട്ട് നമ്മുടെ ഏതത്തിന് എങ്ങനെ ചില്ല വേണോ അത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവേ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ചില്ലെല്ലാം റെഡിയാക്കാം. അതിന് വീണ്ടും ഈ നാലായിട്ടിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ അടർത്തി മാറ്റി വയ്ക്കണേ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ബ്രൗൺ ക്ലേ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബോൾ എടുത്ത് നടുക്ക് വയ്ക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നടുക്ക് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചില്ലകൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ വളഞ്ഞ് തറയിൽ പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ നടുക്ക് അങ്ങനെ വെച്ച് നല്ല ബലത്തിൽ നല്ല മരത്തിൽ കൊപ്പിരിക്കുന്ന പോലെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ വളഞ്ഞൊന്നും പോകത്തില്ല, നല്ല കട്ടിയോടെ തന്നെ അങ്ങ് ഇരുന്നോളൂ. ചില്ലയൊന്നും തറയിൽ വീഴാതിരിക്കാൻ വേണ്ടി നല്ല കട്ടിക്ക് ഇരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഇനി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്ക് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഭാഗം നോക്കി വയ്ക്കാം. അതിൻ്റെ സൈഡിലൊന്ന്
നമ്മൾ ഈ പൂവെല്ലാം സെറ്റ് ചെയ്ത് ആ ചില്ലയുടെ സൈഡൊന്ന് വളച്ചു കൊടുക്കണം കേട്ടോ, എന്നിട്ട് അകത്തോട്ട് വയ്ക്കണം ചില്ല. അപ്പോൾ അതിനകത്ത് തന്നെ ഇറുകിയിരുന്നോളും. നമ്മൾ നടുക്കൊരു ക്ലേ ഒക്കെ വെച്ചില്ലേ, അതിൻ്റെ അകത്ത് തന്നെ നല്ല ഇറുകി ഇരിക്കാൻ വേണ്ടിയാണ് അത് നടുക്കൂടെ വളച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ മറിഞ്ഞൊന്നും വീഴത്തില്ല, അകത്ത് തന്നെ വെയിറ്റ് കാരണം അങ്ങനെ അകത്ത് തന്നെ ഇരുന്നോളും. അങ്ങനെ ചില്ല ഓരോന്നായി സെറ്റ് ചെയ്ത് വയ്ക്കുകയാണേ. ചില്ല സെറ്റ് ചെയ്ത് മൊത്തത്തിലെടുത്ത് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ ക്രാഫ്റ്റാണിത്. നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിക്കുന്ന ക്ലേ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഇരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. രണ്ട് മൂന്ന് ഇല ബാക്കി വന്ന് ഞാൻ താഴെയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.